ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് 10 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമയുടെ സക്സസ് ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ഒന്നൊന്നര ടീസർ എന്ന് തന്നെ പറയാം. ഇതായിരുന്നു നമുക്ക് ആദ്യം വേണ്ടത് എന്നുള്ളതാണ്. അത് ഈ ഒരു ടീസർ കാണുമ്പോൾ ആദ്യം തന്നെ ചോദിക്കാൻ തോന്നുന്ന കാര്യവും അത് തന്നെയാണ്. ഇതല്ലേ ആദ്യം ഇറക്കേണ്ടത് മമ്മൂട്ടി ചേട്ടാ എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെല്ലാം തന്നെ മികച്ച സിനിമകളാണ്. ഈ ഒരു സിനിമയുടെ ഈ ഒരു ടീസർ കാണുമ്പോൾ തീർച്ചയായും ജനങ്ങൾ ഇടിച്ച് തിയേറ്ററിലേക്ക് കയറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിനോടകം തന്നെ ഒരു കുഞ്ഞൻ വിജയമാണെങ്കിൽ പോലും ഈ ഒരു സിനിമ സക്സസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. 22.5 കോടിക്ക് മുകളിലാണ് ഇപ്പോൾ ഇന്ന് വരെയുള്ള സിനിമയുടെ കളക്ഷനായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വരുന്ന ദിവസങ്ങളോടെ സിനിമ 26 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാകുന്നു. ശനി ഞായർ ദിനങ്ങളിൽ ഏറെ പ്രതീക്ഷയോട് കൂടിയാണ്. ഒരുപക്ഷെ ഈ ഒരു സക്സസ് ടീസർ ശനി ഞായർ ദിനങ്ങളിൽ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2025 മികച്ച ഒരു വിജയത്തോടു കൂടി തന്നെ മമ്മൂട്ടി കമ്പനി എത്തുന്നു. എങ്ങനെയാണ് ഒരു സിനിമ മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത മമ്മൂട്ടി കമ്പനി, എങ്ങനെയാണ് നല്ല സിനിമ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയാവുന്ന മമ്മൂട്ടി കമ്പനി, ഇത് തന്നെയാണ് മമ്മൂട്ടി കമ്പനിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും നല്ല സിനിമകൾ ചെയ്യുന്നു, നല്ല വ്യത്യസ്തത പുലർത്തുന്നത്, നല്ല ഒരു നായകനെ വെച്ച് നല്ല ലെവലിലുള്ള സിനിമകൾ ചെയ്യുന്നു, അതും ഓരോന്നും ഓരോ ജോണറിലും വ്യത്യസ്തത പുലർത്തുന്നത്. പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ തിലകൻ സാർ പറഞ്ഞ പോലെ വട്ടപൂജ്യം അത് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഓരോന്നിനും മാർക്കറ്റിങ്ങിൽ ഓരോ പാളിച്ചകൾ എന്ന് പറയാം. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ വന്ന് കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കിയ ഒരു സിനിമയായി തന്നെ തോന്നുന്നു. ഈ ഒരു ടീസർ ആദ്യം ഇറക്കിയ ആ അപരാധം ടീസർ കാരണമാണ് സിനിമയ്ക്ക് ഇത്രത്തോളം ഇടിവ് വന്നത്. ഈ ഒരു ടീസർ ആയിരുന്നെങ്കിൽ ആളിക്കത്തിയേനേയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നിട്ട് പോലും ജനങ്ങൾ നൽകിയ പിന്തുണ അടുത്ത സിനിമയിലെങ്കിലും മനസ്സിലാക്കണം മമ്മൂട്ടി കമ്പനി. തീർച്ചയായും ഇത്രത്തോളം ജനങ്ങൾ, മമ്മൂട്ടി ആരാധകർ മാത്രമല്ല അല്ലാത്ത ആളുകളും ഈ സിനിമയ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നു, അവർ കാണുകയും ചെയ്തു. പക്ഷേ എല്ലാവരിലേക്കും എത്താത്തതിൻ്റെ ഏറ്റവും വലിയ ഇടിവ് അല്ലെങ്കിൽ കാര്യമെന്ന് പറയുന്നത് ഇത് ഹേറ്റേഴ്സോ ഫാൻസോ ഒന്നുമല്ല, മമ്മൂട്ടി കമ്പനി തന്നെ എടുത്തു വെച്ചിരുന്ന ആ ഒരു പ്രശ്നം തന്നെയാണ്. അതായത് മാർക്കറ്റിങ്ങിലെ നല്ല പിഴവ് അത് തന്നെയാണ്. അപ്പോൾ ഇതെങ്കിലും മനസ്സിലാക്കി ഇനി അങ്ങോട്ട് പോകുമ്പോൾ നല്ല മാർക്കറ്റിംഗ് ചെയ്യുക, നല്ല സിനിമ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം പല പൊട്ടുന്ന സിനിമകളും 100 കോടി 200 കോടി ബഡ്ജറ്റിൽ വരുന്ന പൊട്ടി 10 കോടി കിട്ടാത്ത സിനിമയ്ക്ക് കൊടുക്കുന്ന മാർക്കറ്റിംഗ് കണ്ടാൽ മമ്മൂട്ടി കമ്പനി എന്തിനെയാണ് ഭയക്കുന്നത് എന്നാണ് ഒരു ചോദ്യം ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. പൊട്ടുവാണെങ്കിൽ പൊട്ടട്ടെ, ഈ 100 കോടി കൊടുക്കുന്നവൻ്റെയും പൊട്ടുന്നില്ലേ? അത് നിരത്തി 5 വർഷമായി പൊട്ടുന്ന കോസ്റ്റാർ ഇല്ലേ അങ്ങേക്ക് മിസ്റ്റർ മമ്മൂട്ടി എന്നാണ് ചോദിക്കാനുള്ളത്. അവർക്കില്ലാത്ത പേടി എന്തിനാണ്? ഈ കഴിഞ്ഞ 15-20 വർഷം ആയിട്ട് അല്ലെങ്കിൽ 15-20 സിനിമകളായിട്ട് വിജയിക്കുന്ന ശ്രീ മമ്മൂട്ടിക്ക് ഇത്ര പേടിക്കാനുള്ളത്? കാരണം നിങ്ങളുടെ എല്ലാ പടങ്ങളും വിജയിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ നല്ല സിനിമകൾ ഇറക്കുമ്പോൾ എന്തിനാണ് ഭയക്കുന്നത് എന്നുള്ളതാണ്. മാർക്കറ്റ് ചെയ്യാൻ എന്തായാലും നല്ല ഒരു ചിത്രം തന്നെയാണ്. കണ്ടവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ അഭിപ്രായം? പക്ഷേ മാർക്കറ്റിങ്ങിൽ എല്ലാവർക്കും, ഈവൻ ഹേറ്റേഴ്സ് പോലും പറയുന്നു മാർക്കറ്റിങ്ങിൽ നിങ്ങൾ വട്ടപൂജ്യമാണ് എന്നുള്ളത്. ഇത് ഈ കുറിയെങ്കിലും കണ്ട് മനസ്സിലാക്കി നല്ല ഒരു സിനിമയും അല്ലെങ്കിൽ നല്ല സിനിമകൾ നിങ്ങൾ നൽകുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് നല്ല ലെവലിലുള്ള മാർക്കറ്റിങ്ങും കൂടെ കാണണം എന്നുള്ളതാണ്. ആ ഒരു ആഗ്രഹം അടുത്ത സിനിമയിൽ അങ്ങ് നിറവേറ്റി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ നന്ദി, നമസ്കാരം. ഗ്രേറ്റ് മീഡിയാസ്.